ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ചാരു സർക്കിളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. എനിക്ക് സുഖമാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയിലോട്ട് പോകാം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള പരിപാടി ഇതായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന പെയിൻറ്റിങ് ഒന്നും അറിയണ്ട, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ ക്രാഫ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി പ്ലാസ്റ്റിക് ബോട്ടിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നും നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കംഫർട്ടിൻ്റെ ഒരു ബോട്ടിലാണ്. കംഫർട്ടിന് പിന്നെ സ്റ്റിഫാൻഷൻ, സർഫ് അങ്ങനത്തെ ഒരുപാട് ബോട്ടിൽ ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണെങ്കിലും വാങ്ങിക്കണമെങ്കിൽ അത് കളയരുത്. പിന്നെ ഇതുപോലത്തേന് പകരം ഇതുപോലെ ഇരിക്കുന്ന ഏതെങ്കിലും ബോട്ടിൽ നമുക്ക് വേറെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെയാണ്. പിന്നെ ഷാമ്പൂൻ്റെ ബോട്ടിൽ ഒരെണ്ണെങ്കിലും വീട്ടിൽ കാണാതിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മിക്കവരും ഷാമ്പൂ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിൽ മേടിക്കുകയാണെങ്കിൽ അതും കിട്ടും. അപ്പോൾ അതും കളയണ്ട. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു 2 ബോട്ടിൽ ക്രാഫ്റ്റ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കർ കളഞ്ഞെടുക്കണം. സ്റ്റിക്കർ കളഞ്ഞെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ സ്റ്റിക്കർ എന്ന് വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ പോകുന്ന ടൈപ്പ് സ്റ്റിക്കറാണ് ഈ ഷാമ്പൂ ബോട്ടിലിൻ്റെയൊക്കെ. അപ്പോൾ അത് വലിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനൊരു പ്രത്യേക ഷൈനിങ് ആണ് അതിൻ്റെ ആ പ്ലാസ്റ്റിക്കിന്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡെക്കറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് എൻ്റെ കയ്യിൽ നിന്ന് നേരത്തെ തന്നെ പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭംഗിയില്ലാത്ത ഭാഗം ഒന്ന് കത്രി കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. എന്നാലും കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കട്ട് ചെയ്തപ്പോൾ ഇതുപോലെ കിട്ടി. എന്നിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു മാസ്കിൻ ടേപ്പോ സെല്ലോ ടേപ്പോ എന്തെങ്കിലും ഒന്ന് എടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം, ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതൊക്കെ ചെറിയ ബോട്ടിലാണ്, അപ്പോൾ അത് നോക്കി വേണം ഒട്ടിക്കാൻ. അപ്പോൾ ചെറിയ ടേപ്പുകളുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വലുതായതുകൊണ്ട് അങ്ങനെ ചെയ്യണു. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ടേപ്പ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് ഞാൻ ചരിച്ചൊട്ടിച്ചു കൊടുത്തു. അപ്പോൾ അതുപോലെ ചരിച്ചില്ലെങ്കിൽ നമുക്ക് വട്ടത്തിൽ ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു കുറച്ച് ഭംഗി കൂട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ചരിച്ചൊക്കെ ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തു. വളരെ ചെറിയ ബോട്ടിലാട്ടോ, കാണാൻ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങുന്ന ഒരു ബോട്ടിൽ, കാണാൻ നല്ല ഭംഗിയാക്കി എടുക്കണം നമുക്ക്. അപ്പോൾ ഇനി വേണ്ടത് നമ്മൾ ഫെവിഗ്രിലിൻ്റെ അക്രിലിക് പെയിൻറ്റ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും സംശയമാണ് ഏത് പെയിൻറ്റാന്ന് എപ്പോഴും കമൻറ്റിലൂടെ ചോദിക്കും. അപ്പോൾ വീഡിയോ ശരിക്കും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. ഞാൻ പറയുന്നുണ്ട്, അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ അക്രിലിക് പെയിൻറ്റ് ഒന്ന് ആ ടേപ്പിന് താഴെയായിട്ട് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരുടെയും സംശയമാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇത് നിൽക്കും, 1 കോട്ട് 2 കോട്ടൊക്കെ നിൽക്കും, ഒരുപാട് കട്ടിക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ നിൽക്കുന്നില്ലെങ്കിൽ ഒന്ന് പ്രൈമറോ ബേസ് കോട്ട് എന്തെങ്കിലും ഒരു വൈറ്റ് കോട്ടിങ് കൊടുക്കുകയാണെങ്കിൽ നിന്നോളൂ. അപ്പോൾ ഇപ്പം ഞാൻ അതൊന്നും ചെയ്തില്ല, നേരെ ടീൽ ബ്ലൂ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്കത് ഉണങ്ങിയതിന് ശേഷം ഈ ടേപ്പ് അങ്ങ് ഉരിച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം എടുക്കണ നല്ല ഒരു ഷേപ്പിൽ കിട്ടും. ഇല്ലെങ്കിൽ പെയിൻറ്റ് അവിടെ ഇവിടെയൊക്കെ ആയിപ്പോകും. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ജൂട്ടിൻ്റെ റോപ്പോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുകളിൽ ഫെവിക്കോൾ കൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഗോൾഡൻ കളർ കൊടുക്കുന്നു. ഇതുപോലത്തെ റിബണോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ അത് ചുറ്റിക്കൊടുത്തു. ഇനി നമുക്ക് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ മുത്തുകളോ സ്റ്റോണുകളോ ഒക്കെ വെക്കാം, നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുഞ്ഞ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായതുകൊണ്ട് ഇതുപോലത്തെ റിബൺ ഫ്ലവർ ആട്ടോ. ഇത് ഒരെണ്ണത്തിന് 20 രൂപ അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഞാൻ മെറ്റീരിയൽ വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു വെക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നിട്ട് ഒട്ടിച്ചു കൊടുക്കാം. വളരെ ചെറിയ ബോട്ടിലാകുമ്പോൾ ചെറിയ ചെറിയ ഫ്ലവർ മുത്തുകളൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി വരുന്നത്. അപ്പോൾ കണ്ടോ, നല്ല ഭംഗിയില്ലേ. അപ്പോൾ ആ ബോട്ടിൽ എന്ത് ഭംഗി. ഇനി ഒരു പെന്നോ പെൻസിലോ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റും. ചെറിയ ടേബിളിലൊക്കെ ഇതുപോലെ പഠിക്കുന്ന കുട്ടികളുടെ ടേബിളിലൊക്കെ ചെറുതായിട്ട് ഇതുപോലൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഫ്ലവറൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലായി. കാണാനിപ്പോൾ ഭംഗിയില്ലേ. വളരെ കുഞ്ഞു ബോട്ടിൽ ഭംഗിയാക്കി എടുക്കാം. കണ്ടോ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഈ കംഫർട്ടിൻ്റെ ബോട്ടിലാണ്. കംഫർട്ടിൻ്റെ ബോട്ടിൽ സ്റ്റിഫാൻഷൈൻ്റെ ബോട്ടിലോ അതുപോലത്തെ ഏതെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ കംഫർട്ട് ഉണ്ടായതുകൊണ്ട് അത് എടുക്കുന്നേ ഉള്ളൂ. ഇതിനും ഒരു സ്റ്റിക്കർ ഉണ്ട്. ഇത് സ്റ്റിക്കറൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കാവുന്നേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇതിൻ്റെയൊക്കെ സ്റ്റിക്കർ എന്ന് വെച്ചാൽ സോപ്പ് പൊടിയിലൊന്നും ഇടേണ്ട കാര്യമില്ല, നേരെ ഉരിച്ചങ്ങ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്മേൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റാണ് ചെയ്ത് കൊടുക്കുന്നത്.
ഇതിപ്പോൾ ഇപ്പോഴും എല്ലാവർക്കും സംശയമുണ്ട് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ നിൽക്കുമെന്ന്. അപ്പോൾ ബേസ് കോട്ടോ എന്തെങ്കിലും കൊടുത്തിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ എൻ്റെ പെട്ടെന്നൊന്നും പോകണില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കോട്ടേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് സ്റ്റോൺസാണ്. ഇപ്പോൾ ബ്ലാക്ക് കളർ കൊടുക്കുമ്പോൾ വൈറ്റ് സ്റ്റോൺസാണ് ചെയ്യാൻ കൂടുതൽ ഭംഗിയാണ്, അല്ലെങ്കിൽ ഗോൾഡൻ സ്റ്റോൺ. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഫെവിക്കോളോ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ അല്ലെങ്കിൽ ഫെവി ബോണ്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതൊക്കെ വളരെ സിമ്പിൾ പരിപാടികളാണ്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന പരിപാടികളാണ് ഇതൊക്കെ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ബോട്ടിൽ ക്രാഫ്റ്റ്. അപ്പോൾ ഈ ചെറിയ ബോട്ടിൽ ഇനി കളയരുത്. ഇതുപോലെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ചെറിയ ക്രാഫ്റ്റുകൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ദേ കണ്ടോ, ഇതുപോലെ എല്ലായിടത്തും കൊടുക്കുക. ഇതുപോലെ ഞാൻ എല്ലായിടത്തും സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഗോൾഡൻ റിബണോ അതുപോലെ തന്നെ ജൂട്ടിൻ്റെ റോപ്പോ എന്ത് വേണമെങ്കിലും നമുക്കൊന്ന് ചുറ്റി കൊടുക്കാൻ വേണ്ടി എടുക്കാം. ഇതിപ്പോൾ ഞാൻ ആ ഗോൾഡൻ ത്രെഡ് തന്നെ എടുക്കുക കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ ആ ഗോൾഡൻ ത്രെഡ് ഇതിന് കൂടുതൽ ഭംഗിയാക്കുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടാണ് അത് എടുക്കുന്നത്. അല്ലെങ്കിൽ ജൂട്ടിൻ്റെ അല്ലെങ്കിൽ വൂളൻ ത്രെഡോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അതും ഗ്ലൂ ഗൺ, ഫെവി ബോണ്ട്, ഫെവിക്കോളൊക്കെ ഉപയോഗിക്കാം. ഗ്ലൂ ഗൺ ആണെങ്കിൽ പെട്ടെന്ന് നിൽക്കും. ഫെവിക്കോൾ ആകുമ്പോൾ കുറച്ച് പതുക്കെ ഒട്ടുള്ളൂ. അപ്പോൾ നമുക്ക് താഴത്തും കൂടെ അത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ സ്റ്റോണൊക്കെ പതുക്കെ ഉണങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് തന്നെ ഒട്ടിക്കുന്നതുകൊണ്ട് പതുക്കെ ഒട്ടിച്ചതിന് ശേഷം മാത്രം താഴത്തൊക്കെ ഒട്ടിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ സ്റ്റോണൊക്കെ ഇളകി പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കുക മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ അതും ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഭംഗിയാക്കണമെങ്കിൽ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം, സ്റ്റോൺ കൂടുതലായിട്ട് ഒട്ടിക്കാം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. നല്ല ഭംഗിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ബ്ലാക്ക് ബോട്ടിൽ ഞാൻ ചെറിയ ഫ്ലവർ വെച്ച് കൊടുത്തു കേട്ടോ, കൂടുതൽ ഭംഗി വരാൻ വേണ്ടി. അപ്പോൾ ഇനി ഇതുപോലത്തെ ചെറിയ ബോട്ടിലൊന്നും കളയണ്ട. ഇതുപോലെ ടേബിളിലൊക്കെ വെക്കാൻ വേണ്ടി നമുക്ക് ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്തു നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ.